പല ആൾക്കാരും സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടും മഞ്ജുവിന് തന്നെയാണ് ഇത് കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം ഞാൻ ഇമോഷണലായിപ്പോയി. ആക്ച്വലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഈ ലളിത പുരസ്കാരം ഞാൻ ഡിസേർവിംഗ് ആണെന്ന്. KPC എന്ന് പറഞ്ഞ നടിയെ പകരം വയ്ക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അതിന് പകരം ഒരു ആർട്ടിസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സിനിമയിൽ വന്ന സമയം മുതലേ ഞാൻ ശ്രീമതി KPC ലളിതയുടെ വലിയൊരു ആരാധികയായിരുന്നു. ഞാൻ എന്നും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു പ്രിയപ്പെട്ട നായിക ഉർവശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി KPC ലളിതയാണ് എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല എൻ്റെ അഭിനയത്തിലും ഒരുപക്ഷെ ലളിതാമ്മയുടെ ഒരു അഭിനയത്തിൻ്റെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കാണികളിൽ പലരും എൻ്റെ പല ക്യാരക്ടേഴ്സ് സിനിമയിൽ കാണുമ്പോൾ കമൻറ്റിലൂടെയും നേരിട്ടൊക്കെ പറയാറുണ്ട്, ലളിത ചേച്ചി ഓർപ്പിക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ പ്രകടനമെന്ന് പറയാറുണ്ട്. അതൊരു പക്ഷേ ഒരുവിധം മലയാളികൾക്കറിയാം ഞാനും അമ്മയും തമ്മിലുള്ളൊരു റിലേഷൻ പ്രസവിച്ചില്ലെങ്കിലും ഒരമ്മ മകൾ ബന്ധം തന്നെയായിരുന്നു. ഒരു 30 വർഷത്തിൽ കൂടുതൽ 30 വർഷത്തോളം ഞങ്ങൾ അടുപ്പമുണ്ട്. പിന്നെ തട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും തട്ടിമുട്ടി എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് അതൊരു സീരിയൽ അല്ലായിരുന്നു, അതൊരു സീരീസ് ആയിരുന്നു, ഒരു സിറ്റ്കോം ആയിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കൊന്ന് സിദ്ധു ഒക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്കത് വേണ്ട എന്ന് സിദ്ധു ഒക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. സോ അതും കൂടെ കൊണ്ടായിരിക്കണം എനിക്ക് അമ്മയുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു ചായ എനിക്ക് വന്നത്. സിദ്ധു പറഞ്ഞു, ചേച്ചി ഇത് ലളിതമായൊരു പുരസ്കാരമാണ്, ലളിത പുരസ്കാരമാണ്, പക്ഷെ ഇത് അത്ര ലളിതമല്ല സിദ്ധു. എനിക്ക് സിദ്ധു ആണെങ്കിലും ശ്രീകുട്ടിയാണെങ്കിലും എനിക്ക് അമ്മ എന്ന് പറഞ്ഞ അത് മനസ്സിനറിഞ്ഞ് പറയുന്നതാണ്. സിദ്ധു ആണെങ്കിലും എനിക്ക് സഹോദരൻ ആണ്. ഒരു വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. സിദ്ധുവിലേക്ക് എനിക്ക് 8ാം ക്ലാസ് മുതലൊക്കെ അറിയും. സോ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, കാരണം അത്രത്തോളം എനിക്ക് നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിനൊക്കെ മേലിലാണ്. ഒരുപക്ഷെ എനിക്ക് തന്നെ അത് കിട്ടണം എന്ന് അമ്മയും ആഗ്രഹിക്കുന്നുകൊണ്ടായിരിക്കണം ആദ്യത്തെ ലളിത പുരസ്കാരം നടക്കാതെ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആദ്യത്തെ ലളിത പുരസ്കാരം നടന്നില്ല. അപ്പം ഞാൻ സിദ്ധുവിനോട് പറയാം, സിദ്ധു അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞു അങ്ങനെ നീ ആർക്കും കൊടുക്കണ്ട, എൻ്റെ പെണ്ണിന് കൊടുത്താൽ മതിയുടെ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പറയായിരുന്നു സിദ്ധുവിനോട്. അമ്മ ഉറങ്ങുന്നിടത്ത് ഞാനിന്ന് പോയിരുന്നു. പിന്നെ ഭഗൻ സാറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഒരു ഇമോഷനാണ്. അത് നമുക്ക് ഈ മൈക്കിലൂടെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എനിക്കറിയില്ല അങ്ങനെ പറയാൻ. ഇതൊക്കെ ഒരു ഇമോഷനാണ്, മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. എന്തായാലും എനിക്ക് ഇവിടെ വന്നു അസല് ഒരുപാട് എനിക്കൊരു ഈ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, ഈ അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് ആ വാക്കുകൾ. അങ്ങയുടെ വായിൽ കിട്ടിയ ആ ഒരു അനുമോദനം എനിക്കൊരു വലിയ അവാർഡാണ്. എനിക്കത് കൊണ്ടൊന്ന് പറയുന്നത് അതെ സത്യമാണ്. നിങ്ങളുടെയൊക്കെ വായിലത് കേൾക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര ബ്ലെസ്ഡ്, ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ്. പിന്നെ വേറൊന്നും പറയാനില്ല. തരുൺ കൺഗ്രാജുലേഷൻസ്, ജ്യോതിഷ് കൺഗ്രാജുലേഷൻസ്, പ്രകാശ് ഏട്ടൻ കൺഗ്രാജുലേഷൻസ്. വേറൊന്നും പറയാനില്ല. എനിക്ക് ആക്ച്വലി ഞാൻ വളരെ നെർവസ് എന്നല്ല, ഇമോഷണലി ഞാൻ ചിലപ്പോൾ പറഞ്ഞ കുറച്ച് ഞാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആശാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയത്. എനിക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമ്മ തന്നെയാണ്. എനിക്ക് അതിനൊരു മാറ്റമില്ല. അതൊരു എല്ലാവർക്കും അറിയാം. ഇന്നും കൂടെ രാവിലെ മെസ്സേജ് ഞാൻ കണ്ടു ട്രെയിനിരുന്ന് നോക്കുമ്പോൾ, ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമയിൽ ഈ മീഡിയയിൽ KPC മഞ്ജു പിള്ളയും പോലൊരു അമ്മയും മോളും പിന്നെ ഉണ്ടായിട്ടില്ല. അതെനിക്ക് അതൊക്കെ ഭയങ്കര അവാർഡാണ്. ഇടയ്ക്ക് മമ്മൂക്ക പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. അതും എനിക്കൊരു അവാർഡാണ്. ഈ ദിവസത്തിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അത്
ഈ ഒരു സദസ്സിൽ ആരോ പറഞ്ഞിട്ട് ലളിത ചേച്ചിയൊക്കെ പോയി, അവരൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കാൻ ആരുമില്ല, അവരൊക്കെ ചെയ്തു കൊടുത്ത ക്യാരക്ടേഴ്സ് ഇനി ആര് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞ് നിസ്സാരമായിട്ട് പറഞ്ഞു മഞ്ജുപിള്ളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെയാണ് ജീവിതത്തിൽ ബാക്കിയുള്ളത്. ഒരു സിനിമ നടിയായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിട്ട് നിന്നിട്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെ, ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെയാണ് എനിക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് എന്നും നിങ്ങൾ തന്ന സപ്പോർട്ട്, ജനങ്ങൾ തന്ന സപ്പോർട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ അമ്മേനെ